മാസം അച്ഛൻ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ ഞാൻ അച്ഛനോട് അട മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ അട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ പായസത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാവശ്യമുള്ള സാധനങ്ങൾ ശർക്കരയും അതുപോലെ തന്നെ നാളികേരമാണ്. നമ്മൾ 4 നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് നാളികേരം പൊട്ടിക്കാൻ അറിയില്ല. അപ്പോഴേക്ക് അച്ഛൻ പൊട്ടിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നെ നാളികേരം ചെരുകാൻ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ വേഗം തന്നെ നാളികേരമൊക്കെ ചെരുകി വെച്ചതിന് ശേഷം നമ്മൾ 1-ാം പാലും 2-ാം പാലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചു. നമ്മൾ അടയും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് പാകമായിട്ടുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ വേവിച്ച് വെച്ച അട ഒന്ന് തീ കയറ്റിയെടുക്കാം. അങ്ങനെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. ശർക്കരയൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തള വരുന്ന കഴിയുമ്പോൾ നമ്മുടെ 2-ാം പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ 2-ാം പാല് നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പതഞ്ഞ് പോയതിന് ശേഷം നമുക്ക് 1-ാം പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-ാം പാലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയ തള വരുമ്പോഴേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തിടാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.